ഹലോ ഗൈസ്, നമുക്കിന്നൊരു പാവയ്ക്ക വെച്ചിട്ട് ഒരു പുളിക്കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് പാവയ്ക്ക, പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള പുളിക്കുള്ള ചെറിയ പുളി, പിന്നീട് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ഉലുവ. പിന്നീട് ഇത്രയും സാധനങ്ങൾ മതി. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പാവയ്ക്ക നമ്മളിങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കണം. നമ്മൾ ചട്ടി അടിച്ച് കറിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. നമ്മളായി എടുത്ത് വെച്ചിട്ടുള്ള ഉലുവ, കുറച്ച് ജീരകം നമ്മൾ ചെറിയ ജീരകമുണ്ട്. കറിവേപ്പില ഇടാം. പച്ചമുളക്, പച്ചമുളക് കീറി വേണം ഇടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് വരും. പിന്നീട് നമ്മൾ ചുമന്നുള്ളി പൊടിച്ച് വെച്ച ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടില്ല, അറിയുന്നത് ഇട്ട് നല്ലതുപോലെ വഴറ്റാം. ഇതൊരു ചെറിയ ചുവപ്പ് നിറം വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഉള്ളി ഒന്ന് ചുമന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. ഈ തക്കാളി ഇടുന്നത് ഇനി പെട്ടെന്ന് ഇടാവും, അല്ലെങ്കിൽ തക്കാളിയുടെ വെള്ളം ആദ്യമേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി ഒരു ചെറുതായിട്ട് വഴണ്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മളൊന്ന് തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. കുറച്ച് സമയം ഇറങ്ങി വഴണ്ട് കിട്ടും. ഇപ്പം ഉള്ളിയും തക്കാളിയും ഒന്ന് വഴണ്ടിട്ടുണ്ട്. അതൊരു 2 മിനിറ്റ് എടുക്കും അത് വഴണ്ട് വരാൻ കേട്ടോ. ഇത് നല്ല വഴണ്ടതിന് ശേഷം, തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഈ പാവയ്ക്ക അതിലേക്ക് ഇടാം. പാവയ്ക്കായും നല്ലതുപോലെ ഒന്ന് വഴണ്ട് അതിനുശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടാൽ മതി. അപ്പം ഇത് കുറച്ച് സമയം ഇതിൽ നിന്നിട്ടൊന്ന് അത് വഴണ്ട് വരട്ടെ. പാവയ്ക്ക നല്ലപോലെ വഴങ്ങുമ്പോഴാണ് അതിൻ്റെ ആ കയ്പൊക്കെ മാറും. ഇപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഇത് ഏകദേശം നമുക്ക് വഴണ്ടിട്ടുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇളക്കി വെക്കാം. ഇതിലേക്ക് നമുക്ക് പുളി എടുത്ത് വെച്ചാൽ പുളിവെള്ളം ആ സമയത്ത് ഇതിലിട്ട് ഒഴിക്കും. ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമ്മുടെ കറിയുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടണം. ഇതിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. കൂടുതൽ വെള്ളം വേണ്ടി വരില്ല, കാരണം നമ്മൾ ആ പാവയ്ക്കെല്ലാം നല്ലപോലെ വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചത് അല്ലേ. അപ്പം ഓൾറെഡി ഇത് പാവയ്ക്കൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മളൊരു 10 മിനിറ്റ് സ്ലോയിലായിട്ടിരുന്നു അല്ലേ. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ടുണ്ട്.
നമുക്ക് തീ ഓഫാക്കാം. ഈ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ കിടന്ന് കുറച്ച് സമയം കൂടെ ഇങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും. നമുക്കിനി ഒന്നുകൂടെ പറ്റുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം.